വരാനിരിക്കുന്ന കേരള നിയമസഭാ ഇലക്ഷൻ CNXD അഭിപ്രായ സർവേ. കേരളത്തിലെ 14 ജില്ലകളിലായി 140 നിയമസഭാ മണ്ഡലങ്ങളിലേക്ക് നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഓരോ ജില്ലകളിലും ഓരോ മുന്നണികൾക്കും വിജയസാധ്യതയുള്ള സീറ്റുകൾ. ആദ്യമായി നോക്കുന്ന ജില്ല പാലക്കാടാണ്. പാലക്കാട് ജില്ലയിൽ 12 സീറ്റുകളാണുള്ളത്. 12 സീറ്റുകളിൽ 7 സീറ്റുകൾ വരെ UDFും 4 സീറ്റുകൾ വരെ LDFും 1 സീറ്റ് NDA സഖ്യവും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല പത്തനംതിട്ടയാണ്. പത്തനംതിട്ട ജില്ലയിൽ 5 സീറ്റുകളാണുള്ളത്. 5 സീറ്റുകളിൽ 4 സീറ്റുകൾ വരെ UDFും 1 സീറ്റ് LDFും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല തിരുവനന്തപുരമാണ്. തിരുവനന്തപുരം ജില്ലയിൽ 14 സീറ്റുകളാണുള്ളത്. 14 സീറ്റുകളിൽ 7 സീറ്റുകൾ വരെ UDFും 4 സീറ്റുകൾ വരെ LDFും 3 സീറ്റുകൾ വരെ NDA സഖ്യവും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല തൃശ്ശൂരാണ്. തൃശ്ശൂർ ജില്ലയിൽ 13 സീറ്റുകളാണുള്ളത്. 13 സീറ്റുകളിൽ 8 സീറ്റുകൾ വരെ UDFും 3 സീറ്റുകൾ വരെ LDFും 2 സീറ്റുകൾ വരെ NDA സഖ്യവും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല വയനാടാണ്. വയനാട് ജില്ലയിൽ 3 സീറ്റുകളാണുള്ളത്. 3 സീറ്റുകളിൽ 3 സീറ്റുകളും UDF സഖ്യം നേടാനാണ് സാധ്യത. മറ്റു കക്ഷികൾക്ക് അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല. അടുത്ത ജില്ല ആലപ്പുഴയാണ്. ആലപ്പുഴ ജില്ലയിൽ 9 സീറ്റുകളാണുള്ളത്. 9 സീറ്റുകളിൽ 7 സീറ്റുകൾ വരെ UDFും 2 സീറ്റുകൾ വരെ LDFും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല എറണാകുളമാണ്. എറണാകുളം ജില്ലയിൽ 14 സീറ്റുകളാണുള്ളത്. 14 സീറ്റുകളിൽ 11 സീറ്റുകൾ വരെ UDFും 3 സീറ്റുകൾ വരെ LDFും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല ഇടുക്കിയാണ്. ഇടുക്കി ജില്ലയിൽ 5 സീറ്റുകളാണുള്ളത്. 5 സീറ്റുകളിൽ 4 സീറ്റുകൾ വരെ UDFും 1 സീറ്റ് LDFും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല കണ്ണൂരാണ്. കണ്ണൂർ ജില്ലയിൽ 11 സീറ്റുകളാണുള്ളത്. 11 സീറ്റുകളിൽ 4 സീറ്റുകൾ വരെ UDFും 7 സീറ്റുകൾ വരെ LDFും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല കാസർഗോഡാണ്. കാസർഗോഡ് ജില്ലയിൽ 5 സീറ്റുകളാണുള്ളത്. 5 സീറ്റുകളിൽ 4 സീറ്റുകൾ വരെ UDFും 1 സീറ്റ് LDFും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല കൊല്ലമാണ്. കൊല്ലം ജില്ലയിൽ 11 സീറ്റുകളാണുള്ളത്. 11 സീറ്റുകളിൽ 7 സീറ്റുകൾ വരെ UDFും 4 സീറ്റുകൾ വരെ LDFും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല മലപ്പുറമാണ്. മലപ്പുറം ജില്ലയിൽ 16 സീറ്റുകളാണുള്ളത്. 16 സീറ്റുകളിൽ 14 സീറ്റുകൾ വരെ UDFും 2 സീറ്റുകൾ വരെ LDFും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല കോട്ടയമാണ്. കോട്ടയം ജില്ലയിൽ 9 സീറ്റുകളാണുള്ളത്. 9 സീറ്റുകളിൽ 7 സീറ്റുകൾ വരെ UDFും 2 സീറ്റുകൾ വരെ LDFും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല കോഴിക്കോടാണ്. കോഴിക്കോട് ജില്ലയിൽ 13 സീറ്റുകളാണുള്ളത്. 13 സീറ്റുകളിൽ 6 സീറ്റുകൾ വരെ UDFും 7 സീറ്റുകൾ വരെ LDFും നേടാനാണ് സാധ്യത. കേരള നിയമസഭയിലെ ആകെയുള്ള 140 സീറ്റുകളിൽ 93 സീറ്റുകൾ വരെ UDFും 41 സീറ്റുകൾ വരെ LDFും 6 സീറ്റുകൾ വരെ NDA സഖ്യവും നേടാനാണ് സാധ്യത.